ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു 3 ടൂൾസാണ്. നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഈസി ആക്കാനായിട്ടാണ് നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യാറുള്ളത്. അങ്ങനെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള 3 ടൂൾസാണിത്. ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരു സിമ്പിൾ ടൂളാണ്. ലാലാൽ.ai എന്നാണ് ഇതിൻ്റെ പേര്. ഒരു സോങ് ഇറങ്ങുന്ന സമയത്ത് നമ്മളതിൻ്റെ കരോക്കെ മ്യൂസിക് സെപ്പറേറ്റ് ചെയ്തിട്ട് പാട്ട് പാടുന്നവരുണ്ട്. പക്ഷേ എല്ലാ മ്യൂസിക്കും നമുക്ക് ഇതേപോലെ കിട്ടില്ല. ചിലപ്പോൾ ചിലത് യൂട്യൂബിൽ നമുക്ക് കാണാം. പക്ഷേ നമുക്ക് എവിടെയും മ്യൂസിക്കും വോക്കലും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫയൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈറ്റിൽ വരാം. ഈ സൈറ്റിൽ വന്നിട്ട് നമുക്ക് വേണ്ട ഫയൽ നമ്മുടെ സോങ് സെലക്ട് ചെയ്താൽ ആ സോങ്ങിലെ വോക്കലും മ്യൂസിക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് തരും. എല്ലാരും ചൊല്ലണതല്ലിവൻ കജ്ജുക്കുള്ളൊരു കാര്യക്കാരൻ. വോക്കലും മ്യൂസിക്കും മാത്രമല്ല, അതിൽ ഡ്രംസ് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കിട്ടും. പിന്നെ ഇതിൽ വൺ ടൈം പേയ്മെൻറ്റ് മാത്രമാണ് വരുന്നത്. ഒരു $30, ഏകദേശം 2500 രൂപ റേഞ്ചിൽ നമ്മൾ ഒരു തവണ കൊടുത്താൽ മതി. സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കിതിൽ 300 മിനിറ്റ്സ് ഉള്ള മ്യൂസിക് വരെ ചെയ്യാനും അതുപോലെ 2 GB വരെയുള്ള ലിമിറ്റ് നമുക്ക് കിട്ടും. ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ 10 മിനിറ്റ്സും അതുപോലെ 50 MB ആണ് നമുക്ക് കിട്ടുന്നത്. ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ നമുക്ക് ഫ്രീ വേർഷൻ തന്നെ ധാരാളമാണ്. അടുത്ത ടൂളാണ് ടോക്ക് ടു ബുക്സ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഒരു വെബ്സൈറ്റ് ആണ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബുക്സ് ഒക്കെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് യൂസ്ഫുൾ ആകുന്നൊരു സൈറ്റാണ്. ഇതിൽ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്താൽ, നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കാര്യത്തിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ബുക്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഹൗ ടു സ്ലീപ്പ് വെൽ എന്നതിൽ സെർച്ച് ചെയ്താൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് പല ബുക്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. അതിൽ ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ്സ് നമുക്കിതിൽ കാണാം. അതുപോലെ ഈ ഒരു ബുക്ക് മുഴുവനായിട്ട് വായിക്കാനുള്ള ഓപ്ഷനും ഇതിൽ വരുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള ടൂളാണ് ChatGPT. And a new AI tool is taking the tech world by storm. It blows my mind. It's called ChatGPT. Is a type of artificial intelligence model developed by OpenAI. OpenAI എന്ന കമ്പനി അവതരിപ്പിച്ച ChatGPT ഇതിനോടകം വൈറലായി മാറി. ഇപ്പോഴത്തെ സെൻസേഷൻ ChatGPT ആണ്. ഇപ്പോൾ കുറച്ചായിട്ട് ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ടൂളാണ് ChatGPT. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ ആദ്യം വരുന്നത് ഈ ഒരു ടൂളായിരിക്കും. അത്രയും പോപ്പുലറായിട്ടുണ്ട് ഈ ടൂള്. നമുക്ക് പല കാര്യങ്ങൾക്കും, നമ്മുടെ ബിസിനസ്, വർക്ക്, പഠനം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഈ ഒരു ടൂള് നല്ല യൂസ്ഫുള്ളാണ്. ഇത് ഗൂഗിളിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് ഗൂഗിളിനെ വരെ മറികടക്കും എന്നൊക്കെയാണ് പലരും പറയുന്നത്. OpenAI എന്ന കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. പണ്ട് എലോൺ മസ്ക് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് OpenAI. അതുപോലെ ഇതിലേക്ക് മൈക്രോസോഫ്റ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ ബിങ്ങും ChatGPTയും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ടൂളാണിത്. ഇത്രയും പറഞ്ഞു. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് നോക്കാം. ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പല റിസൾട്ട് നമുക്ക് കിട്ടും. പല ആർട്ടിക്കിൾസും പല വെബ്സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. പക്ഷേ ഇതിൽ പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇതിൽ AI ജനറേറ്റ് ചെയ്തിട്ട് ഇതിൽ എഴുതി തരും. ഇനി ജസ്റ്റ് സെർച്ച് ചെയ്യാൻ മാത്രമല്ല, നമുക്കൊരു സ്റ്റോറി ഉണ്ടാക്കണം. ആ സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒന്നും കൊടുക്കണ്ട, എ സ്റ്റോറി അബൌട്ട് എ ഫാർമർ എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റോറി ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. ഇനി നമുക്കൊരു യൂട്യൂബ് സ്ക്രിപ്റ്റാണ് വേണ്ടത്. ഞാനൊരു യൂട്യൂബ് വീഡിയോക്കുള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ സ്ക്രിപ്റ്റ് എന്തിനെക്കുറിച്ചാണ് വേണ്ടത് എന്നുള്ളത് ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു യൂട്യൂബ് സ്ക്രിപ്റ്റ് നമുക്കിതിൽ എഴുതി തരും. ഒരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ എന്തിനെക്കുറിച്ചാണ് മെയിൽ അയക്കുന്നത് എന്നുള്ളതും എന്ത് തരത്തിലുള്ള മെയിലാണെന്നും നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ രീതിയിലുള്ളൊരു മെയിൽ നമുക്കിതിൽ ജനറേറ്റ് ചെയ്ത് വരും. ഇനി നമുക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഡെവലപ്പ് ചെയ്യാനുള്ള കോഡാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതും നമുക്കിതിൽ സെർച്ച് ചെയ്യാം. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ടൈപ്പ് ചെയ്യാനുള്ള കോഡ് വരെ ഇതിൽ ജനറേറ്റ് ആയിട്ട് വരും. ഇനി എന്തെങ്കിലും നമ്മൾ കോഡിങ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എറർ കണ്ടുപിടിക്കാനായിട്ട് ഇതിനോട് പറഞ്ഞാൽ മതി. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ കമാൻഡ്സും കാര്യങ്ങളൊന്നുമില്ല. ഫൈൻഡ് ദ എറേഴ്സ് ഇൻ ദിസ് കോഡ് എന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മതി. നമുക്കറിയുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ ആ ഒരു കാര്യം ഈ ഒരു ടൂള് ചെയ്തു തരും. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എഴുതി തരുന്ന ഒരു ടൂളാണ് ChatGPT. ഇപ്പോൾ പല ബിസിനസ്സുകൾക്കും പല കാര്യങ്ങൾക്കും ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. പല കമ്പനികളുടെ കസ്റ്റമർ സർവീസിന് വേണ്ടിയിട്ട്, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ടൈറ്റിൽ കണ്ടെത്താൻ, ഒരു ബിസിനസ്, ഓൺലൈൻ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ള ടാഗ് ലൈന്, ടൈറ്റിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ
ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ ജോലി കളയും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ AI നമ്മുടെ മനുഷ്യന്മാരെ റിപ്ലേസ് ചെയ്യില്ല. നമ്മുടെ വർക്ക് കുറച്ചുകൂടെ എളുപ്പമാകാനും നമ്മൾ ഒരു ദിവസം ഇരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് ചെയ്യാനൊക്കെ AI നമ്മളെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.